വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് ഉള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ഇത്തിരി വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മൈദയും മറ്റു പൊടികളൊക്കെ ഇട്ടൊന്ന് അരിച്ച് വെക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കിലോ കേക്കിൻ്റെ അളവാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ടിട്ടുണ്ട്. കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടരുത്, അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റിലൊക്കെ വ്യത്യാസം വരും. 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ആദ്യം നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അരിച്ചെടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ബട്ടർ മിൽക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടി മെഷർമെൻറ്റ് കപ്പിൽ 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ബട്ടർ മിൽക്കായിട്ട് കിട്ടും. അപ്പോൾ അത് അങ്ങനെ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ വേണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ തണവോടുകൂടെ എടുക്കരുത്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായി ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര വേണം. പഞ്ചസാര മുഴുവനോടുള്ള പഞ്ചസാര ആണെങ്കിൽ 3/4 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ച് ബട്ടർ മിൽക്ക് ശരിയായി നോക്കുക. അതിന് മുമ്പ് അതിലേക്ക് ഒരു 2-3 ബട്ടർ എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അധികം ആവരുത്, 2-3 തുള്ളി ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/3 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. അത് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ ആയാലും മെൽറ്റ് ചെയ്തിട്ട് അതായാലും ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതായാലും 1/3 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറേശ്ശെ തന്നെ ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ബട്ടർ മിൽക്ക് ഇത് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലത്തെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇത് റെഡ് വെൽവെറ്റ് കേക്കല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് കളറ് വേണമല്ലോ. അപ്പോൾ അതിലേക്ക് ഇവിടെ കളർ മിസ്റ്റിൻ്റെ ലിക്വിഡ് ഫുഡ് കളർ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മിൽക്കിലേക്ക് മറ്റേ ബട്ടർ മിൽക്കിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക നമുക്ക്. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതും ഇതുപോലെ കുറച്ചായിട്ട് തന്നെ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പം അത് മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബീറ്ററിൻ്റെ ആവശ്യമില്ല. നമുക്കിനി ഈ മൈദയുടെ മിക്സ് കുറേശ്ശെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മുട്ടയും ഇതൊക്കെ പൊന്തി വന്നത് അങ്ങനെ തന്നെ താഴ്ന്നു പോയിട്ട് പിന്നെ നമുക്കിത് ബേക്കായി കിട്ടില്ല. മുട്ടയുടെ മിക്സും ഓയിലും ഇതൊക്കെ അങ്ങനെ താഴ്ത്തിക്ക് പോകും. അപ്പോൾ പിന്നെ അത് ശരിക്കും ബേക്കായി കിട്ടില്ല. അപ്പോൾ ഇത് മുഴുവനോടെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മത് സ്റ്റൗ ടോപ്പിലാണ് വെച്ച് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 5 മിനിറ്റ് ഏത് പാനിലാണോ വെക്കുന്നത് ആ പാനൊന്ന് ചൂടാക്കാൻ വെക്കണം. നമ്മൾ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാനിലേക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിലൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ബട്ടർ പേപ്പർ ഞാൻ ഒട്ടിച്ചിട്ടില്ല, അടിയിൽ മാത്രമേ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് താഴ്ത്ത് 1-2 പ്രാവശ്യം ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ ഇതിലത്തെ എയർ ബബിൾസ് ഇതുപോലെ എയർ ബബിൾസൊക്കെ പോവും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒരു 5 മിനിറ്റ് പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ചൂടുള്ള പാത്രത്തിലേക്ക് തന്നെ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 40 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. 30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കുക, ആയിട്ടില്ലെങ്കിൽ 40 മിനിറ്റിലാവും. ഇപ്പോൾ ഇത് കേക്ക് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം. അതിന് വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ഇപ്പോൾ സ്റ്റിക്കുമ്പോൾ കേക്കിൻ്റെ മിക്സൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇത് കേക്ക് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം.
ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. അതിന് വേണ്ടി ഒരു ബൗളും വിസ്കും തണുപ്പിച്ചതായിട്ട് എടുക്കണം. അതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ലോ സ്പീഡിൽ ഇട്ടിട്ട് ലാസ്റ്റിലേക്ക് ഹൈ സ്പീഡിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നന്നായി ക്രീമായിട്ട് വരുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ മിസ്സായിപ്പോയി, അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ഇത് ക്രീം നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇനി കേക്ക് ടിന്നിൽ നിന്ന് നമുക്കൊന്ന് അടർത്തിയെടുക്കണം. ഇതുപോലെ ഒരു എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സൈഡ് അടർത്തി കൊടുത്താൽ ഇട്ട് ഒന്ന് ഇതുപോലെ തട്ടി കൊടുത്താൽ കേക്ക് കൊണ്ട് വിട്ടുപോരും. ഇതിൻ്റെ മേലത്തെ ബട്ടർ പേപ്പർ ഉരിഞ്ഞെടുക്കുക. ഇനി ഇത് നമുക്ക് ലെയറായിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യണത്. ഇതിപ്പോൾ 2 ലെയറായാലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് മേലത്തെ ലെയർ ആദ്യം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് കേക്കിൻ്റെ പൊടികളൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കണം. കേക്കിൻ്റെ മേലെ ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഇടേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് നീക്കി വെക്കുക. ഇപ്പോൾ അത് 3 ലെയറും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീം ചെയ്യാം. ക്രീം ഇപ്പോൾ നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് ക്രീം ചെയ്യുക. അതിന് വേണ്ടി ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് കുറച്ച് ക്രീം അതിലാക്കി കൊടുക്കുക. ഞാൻ ഏറ്റവും മേലത്തെ ലെയർ ഫസ്റ്റ് തന്നെ വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് വെള്ളവും 1/4 കപ്പ് പഞ്ചസാരയും കൂടെ നന്നായി തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്തതിന് ഷുഗർ സിറപ്പ് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറി മിക്സും കൂടെ ചേർത്തിട്ടുണ്ട്. ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ഫ്ലേവറിന് വേണ്ടി ഇത്തിരി സ്ട്രോബെറി മിക്സ് ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ നമുക്ക് ക്രീം തേച്ച് കൊടുക്കണം. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു സ്പാച്ചിൽ വെച്ചിട്ടായാലും ക്രീം നമുക്ക് മുഴുവൻ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മേലെ കുറച്ച് ചോക്ലേറ്റ്സ് ഇടണം. അത് ഡാർക്ക് ചോക്ലേറ്റ് ആയാലും വൈറ്റ് ചോക്ലേറ്റ്സ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റിന് കുറച്ച് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. ഇത് അത്യാവശ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ 2ാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേലെ ക്രീം തേക്കുക. അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ 3ാമത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിലത്തെ ലെയറാണ് ഏറ്റവും മേലെ വെച്ചിട്ടുള്ളത്. അത് നല്ല നിരപ്പായിട്ടുള്ള ലെയറായിരിക്കും. അപ്പോൾ അത് ഏറ്റവും മേലെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ക്രീം ചെയ്യാൻ ഇത്തിരി എളുപ്പമായിരിക്കും. ഇപ്പോൾ മുഴുവനായിട്ടും ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കുക. മേലെയും സൈഡ് ഭാഗം കവർ ചെയ്തിട്ട് ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കേക്കിൻ്റെ മേലെ നിന്ന് കുറച്ച് പൊടി മാറ്റി വെച്ചിരുന്നല്ലോ, അതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് പൊടിയാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ ആദ്യം സൈഡിലൊന്ന് ഇത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ തണുത്ത കേക്കിൻ്റെ മേലെ ഒട്ടിക്കുമ്പോൾ നമുക്ക് വേഗം ചെയ്യാം, അല്ലെങ്കിൽ ക്രീമൊക്കെ ഇങ്ങോട്ട് വിട്ട് പോരും. ഇപ്പോൾ 1 മണിക്കൂർ തണുപ്പിച്ച കേൾക്കുന്നത് ഇതിൻ്റെ മേലെ നമുക്ക് സൈഡിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് സാവധാനം സൈഡിൽ ഇത് മുഴുവനൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ക്രീമൊന്നും പോവാണ്ട് പതുക്കെ ഇത് എല്ലാ സൈഡിലും ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ സൈഡും ഞാൻ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു ഫ്ലവർ ഡിസൈൻ കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ ഒരു ഗ്ലാസ് വെച്ചെടുക്കുക. അതിലേക്ക് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാനൊരു ചെറിയ സ്റ്റാർ നോസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോബെറി മിക്സിൻ്റെ 2 തുള്ളി ഒഴിച്ചു കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ക്രീം ഒരു ഡബിൾ ഷെയ്ഡ് കളർ കിട്ടാൻ വേണ്ടിയാണ്. നമുക്ക് വൈറ്റ് കളർ മാത്രം മതിയെങ്കിൽ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാകുമ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് കളർ കിട്ടും. അപ്പോൾ സൈഡിൽ മാത്രം ഈ ചുവപ്പ് കളർ 1 ടീസ്പൂൺ വെച്ചിട്ട് തേച്ച് കൊടുക്കുക പൈപ്പിംഗ് ബാഗിൽ. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ സാധാ വൈറ്റ് ക്രീം ഒന്ന് തേച്ചിട്ട് ഡിസൈൻ ചെയ്യാം. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിരിക്കണം, എന്നാൽ മാത്രം നമ്മൾ ഫ്ലവറൊക്കെ നല്ല ഡിസൈനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഞാൻ ക്രീം ഇതിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്കിൻ്റെ മേലൊന്ന്
ചെറിയ ഫ്ലവർ വരച്ചു കൊടുക്കുക. ചെറിയ ഫ്ലവർ നോസിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്, സ്റ്റാർ നോസിൽ. ഇതുപോലെ 2 ഷെയ്ഡായിട്ട് ഫ്ലവർ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒറ്റ കളറായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഇപ്പം എല്ലാ മേലെ സൈഡ് മൊത്തം ഞാൻ ഫ്ലവർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിൽ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ച റെഡ് കളറിൻ്റെ ആ പൊടി ഉണ്ട്, അത് കുറച്ചും കൂടെ നടുഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പം അതും ഇട്ട് കൊടുത്തിട്ട് ഫില്ലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സിൽവർ ബോൾസ് ഞാൻ ഈ ഫ്ലവറിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കളർ സ്പ്രിങ്കിൾസ് ഉണ്ട്, കളറായിട്ടുള്ള സ്പ്രിങ്കിൾസ് ഉണ്ട്. അതും കൂടെ കുറച്ച് നമുക്ക് മേലെ ഒന്ന് ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഡെക്കറേഷൻ ചെയ്യുക. പിന്നെ അതുപോലെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാവാൻ വയ്ക്കുക. അതിന് ശേഷം മുറിച്ചിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത് സ്റ്റൗ ടോപ്പിലായ കാരണം ഒരുവിധമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കുക. ഓവനിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.